എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റോമിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയല്ലേ. ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യേണ്ട ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിലാണ് മിസ് വന്നിരിക്കുന്നത്. മിസ് കുറേ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈസോബിയം ബാക്ടീരിയ ഡാഷ് ഇന്റെ വേരുകളിൽ കാണപ്പെടുന്നു. നെല്ലുണ്ട്, പാവലുണ്ട്, തൊട്ടാവാടിയുണ്ട്, പച്ചമുളകുണ്ട്. അതായത് ഏത് പ്ലാന്റിന്റെ റൂട്ടിലാണ് നമുക്ക് ഈ പറയുന്ന റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മക്കൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് തൊട്ടാവാടിയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഊറ്റലുണ്ട്, അതുപോലെ തന്നെ അരിക്കലുണ്ട്, പിന്നെ ബാഷ്പീകരണം, അതുപോലെ കഴുകൽ അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസറും ഓപ്ഷൻ സി തന്നെയാണ്, അതായത് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കൊളുത്തുകളോ മുള്ളുകളോ ഉള്ള വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്ന മാർഗം എന്താണ്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വിത്ത് വിതരണം ചെയ്യുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. നമ്മുടെ കാറ്റിലൂടെ വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്, വെള്ളത്തിലൂടെ വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്, ആനിമൽസിലൂടെ വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്, ഇനി പൊട്ടിത്തെറിച്ചും വിത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, കൊളുത്തുകളോ അല്ലെങ്കിൽ മുള്ളുകളോ ഉള്ള വിത്തുകൾ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചുണ്ട്, അതുപോലെ തന്നെ ആനിമൽസിലൂടെയുണ്ട്, പിന്നെ കാറ്റിലൂടെയുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി കൂടി വരുന്നു. ഈ കാലയളവിനെ എന്താണ് വിളിക്കുന്നത്? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് ന്യൂ മൂൺ, എന്താണ് ഫുൾ മൂൺ? ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസിയാണ്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് അല്ലെങ്കിൽ നമ്മുടെ പൗർണമിയാണ്. കറുത്ത വാവിൽ നമുക്ക് മൂണിനെ കാണാൻ പറ്റില്ല, അതേസമയം വെളുത്ത വാവിൽ നമുക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവിലേക്ക് മാറുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ ആ ഒരു പ്രകാശിത ഭാഗം കൂടിക്കൂടിയാണ് വരുന്നത്. അതായത് കറുത്ത വാവിൽ മൂണിനെ കാണാൻ പറ്റില്ല, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂണിനെ ഒരു തേങ്ങാപ്പൂള് പോലെ കാണുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂണിനെ നേർ ഹാഫ് മൂൺ അല്ലെങ്കിൽ അർദ്ധചന്ദ്രനായിട്ട് കാണുന്നു, പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് കാണുന്നു, പിന്നെ ഫുൾ മൂണിൽ മൂണിനെ മുഴുവനായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തെ എന്താണ് വിളിക്കുന്നത്? ഇതാണ് മക്കളെ വാക്സിങ് അല്ലെങ്കിൽ വൃദ്ധി എന്ന് പറയുന്നത്. ഇനി നേരെ റിവേഴ്സ്, അതായത് നമ്മുടെ വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിലേക്ക് പോകുമ്പം ചന്ദ്രന്റെ ഈ ഒരു ലൈറ്റഡ് റീജിയൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു വാണിംഗ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? യെസ്, മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഡാഷ് ഉണ്ടാവുന്നു. നമുക്കറിയാം, പ്രകാശം ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ വന്ന് പതിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും എന്ന് നമുക്കറിയാം. ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റിന്റെ സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് ആവണമെന്നില്ല, എപ്പോഴും റഫ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ നടക്കുന്ന റിഫ്ലക്ഷനും ഉണ്ടാവും, റഫ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ നടക്കുന്ന റിഫ്ലക്ഷനും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ രണ്ട് പേര് ഉപയോഗിച്ചിട്ടാണ് വിളിച്ചത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനുസം അല്ലാത്ത പ്രതലത്തിൽ, ഓക്കെ, സ്മൂത്ത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സ്മൂത്ത് അല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ്. ഇതിനെ ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും വിളിക്കുന്നു. വിസരിത പ്രതിപതനമാണ് കറക്റ്റ്. ഇനി സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതി. നമ്മൾ താപപ്രേഷണം ചെയ്യുന്ന 3 രീതി പഠിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഈ കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറയുന്നത് സോളിഡ്സിലാണ് നടക്കുന്നത്. കൺവെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത് ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ് നടക്കുന്നത്. ഇനി മീഡിയം മാധ്യമം ആവശ്യമില്ലാതെ താപപ്രേഷണം നടത്തുന്ന രീതിയാണ് നമ്മുടെ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയുള്ളത് ഏത് മെത്തേഡാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം വഴിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താണ്? ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം, ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ കളറിലുണ്ടാവും, റെഡ് കളറിലുണ്ടാവും. അപ്പോൾ ഇത് ഏത് കളർ ലിറ്റ്മസ് പേപ്പർ ആയിക്കൊള്ളട്ടെ, അത് ആസിഡിൽ മുക്കിയാൽ അതിന്റെ കളർ എന്തായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും? റെഡ് അല്ലെങ്കിൽ ചുവപ്പായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് നേരെ തിരിച്ച് നമ്മൾ ബേസിലാണ് മുക്കുന്നതെങ്കിൽ അതിന്റെ ആ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, അധാര്യമായ ദ്രാവകങ്ങൾക്ക് ഉദാഹരണം എഴുതുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോഡയുണ്ട്, പാലുണ്ട്, ശുദ്ധജലമുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? മിൽക്കാണ് അല്ലെങ്കിൽ
പാലാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടാൻ കാരണം? ഈ സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് നടക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു കോഡ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു മക്കളെ? EMS. അതായത് E എന്ന് പറയുന്നത് എർത്താണ്, M എന്ന് പറയുന്നത് മൂണാണ്, S എന്ന് പറയുന്നത് സണ്ണാണ്. ഈ EMS എന്ന് പറയുന്നത് സോളാർ എക്ലിപ്സ് ആണ്, അതേപോലെ MES എന്ന് പറയുന്നത് ലൂണാർ എക്ലിപ്സ് ആണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൂര്യഗ്രഹണത്തിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ EMS എന്ന ഒരു ഓർഡർ വരുന്നത് ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഏതാണ് മക്കളെ? യെസ്, A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഡാഷ് ക്യാൻ ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്? അപ്പോൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണമെങ്കിൽ അത് എന്തായിരിക്കണം? അത് മെറ്റൽ കാർബണേറ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കാർബണേറ്റ്? കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഓക്സൈഡ്, ഇതൊന്നുമല്ല. അപ്പോൾ കാർബണേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തവണത്തെ USS നമ്മൾ നേടിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക. ഇത്തവണ നമ്മൾ USS നേടിയിരിക്കും. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.